Next topic is non-clinical drug development or preclinical testing. Okay. അത് again 7th semester B.Pharm ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. So this is the learning objective. After this session you will be able to understand what is non-clinical drug development. So what is mean by non-clinical development or preclinical studies? അപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിൽ ഒരു ഡ്രഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അനിമൽ മോഡൽസിൽ രണ്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്റ്റഡിനെ പറയുന്ന പേരാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും ടോക്സിക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിനെ പറയുന്ന പേരാണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ അഡ്മിനിസ്റ്ററിങ് ടു ദ ഹ്യൂമൻ സബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് 3 to 5 years. ഓക്കെ, 3 വർഷം മുതൽ 5 വർഷം വരെയൊക്കെ എടുക്കുന്ന ഒരു വെരി കോംപ്ലക്സ് ടൈം കൺസ്യൂമിങ് റെഗുലേറ്ററി ഡ്രൈവൺ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ നടത്താൻ പറ്റും, ഇൻവിട്രോ അല്ലെങ്കിൽ ഇൻവൈവോ മെത്തേഡ് ആയിട്ട്. എന്താണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്തിനാണ് ഈ സ്റ്റഡി നടത്തുന്നത്? അപ്പോൾ ഒൺസ് നമ്മൾ ഒരു ഡ്രഗ് ഡിസ്കവർ ചെയ്തു, ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊരു പുതിയ ഡ്രഗ് കണ്ടെത്തി കഴിഞ്ഞാൽ ഡസ് ഇറ്റ് വർക്ക്? അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടോ? ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് ആ ഡ്രഗിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഹൗ ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി റിയാക്റ്റഡ്. എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്ന സമയത്ത് ഫാർമക്കോ കൈനറ്റിക് പ്രൊഫൈൽ എന്തായിരിക്കും, ഫാർമക്കോ ഡൈനാമിക് പ്രൊഫൈൽ ആയിരിക്കും. ഡെലിവേർഡ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക, മെറ്റബോളൈസ് ചെയ്യുന്നുണ്ടാവുക, എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഹൗ ഡു ദേ റിയാക്ട് വിത്ത് ദ ബോഡി, വാട്ട് ഡ്രഗ് ഡസ് ടു ദ ബോഡി എന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോ ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുക. സോ എന്തൊക്കെയാണ് അതിന്റെ പ്രൊഫൈൽ. Now toxicological study, whether it is safe or not, and is the manufacturer viable and controllable. നമുക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണോ? അപ്പൊ ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇവിടെ വരുന്ന റെഗുലേറ്ററി ഗൈഡ് ലൈൻസ്? പ്രീ ക്ലിനിക്കൽ സ്റ്റഡിയും ഒരു റെഗുലേറ്ററി റിക്വയർമെന്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? കാരണം ഈ ഒരു ഡാറ്റ ഉണ്ടെങ്കിലേ നമുക്ക് IND അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലിനിക്കൽ ട്രയലിന് അപ്രൂവൽ കിട്ടുള്ളൂ. സോ അതിന് ഒരു സ്വന്തമായിട്ട് അതാത് സ്വന്തമായിട്ടുള്ള ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷന് സ്വന്തമായിട്ടുള്ള സെറ്റ് ഓഫ് റോൾസ് ഉണ്ടായിരിക്കണം. should have their own standard operating procedure and that will be കംപ്ലൈ വിത്ത് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി വെബ്സൈറ്റിൽ പറയുന്ന ഗൈഡ് ലൈൻസുമായിട്ട് അത് കംപ്ലൈ ചെയ്യും വേണം. ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രൊവിഷൻ ഗൈഡ് ലൈൻസ് സജസ്റ്റഡ് ബൈ യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി EAA. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറയാനുള്ള ഒരു റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അനിമൽ സ്റ്റഡി വെറുതെ അങ്ങ് നടത്തിയാൽ പോരാ, ആ നടത്തുന്ന സമയത്ത് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രൊവിഷൻ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ നടത്തണം. അങ്ങനെയുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് IND അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. നോ കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്. നമുക്ക് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റിനെ 3 ക്ലാസിഫൈ ചെയ്യാം: ഇൻ സിലിക്കോ, ഇൻ വൈവോ, ഇൻ വിട്രോ. ഇൻ വൈവോ, ഇൻ വിട്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻ സിലിക്കോ എന്ന് പറയുന്നത് ഒരു അനിമൽ സബ്ജക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ വി ക്യാൻ യൂസ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിമുലേഷൻ ഫോർ പ്രഡിക്റ്റിംഗ് ദ ടോക്സിക്കോളജിക്കൽ പ്രൊഫൈൽ ഓഫ് എ ഡ്രഗ് യൂസിങ് ഇറ്റ്സ് കെമിക്കൽ സ്ട്രക്ചർ ഫ്രം ദ ഡാറ്റാ ബേസ്ഡ് അപ്രോച്ച്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ, കാഡോ അല്ലെങ്കിൽ QSAR അല്ലെങ്കിൽ SAR എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ടോക്സിക്കോളജിക്കൽ പ്രൊഫൈലൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ആൻഡ് കൺഫർമേറ്ററി, ജസ്റ്റ് എ പ്രഡിക്ഷൻ, എന്തൊക്കെ ആവാം ഇതിന്റെ ചാൻസസുകൾ ഉണ്ട് എന്നുള്ളത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈവൻ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തുക, അനിമൽ സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ അനിമൽ സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിലും എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടേണ്ടതുണ്ട്. സോ ദേ വിൽ നോട്ട് അലോ ദേ സിംപ്ലി ടു ടെസ്റ്റ് യുവർ പ്രൊഡക്റ്റ് ഓൺ ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ചുമ്മാ കുറേയധികം അനിമൽസിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവൽ ഒന്നും അവർ തരൂല. അതിനു മുന്നേ നമുക്ക് പ്രൂവ് ചെയ്യണം നമ്മളെ പ്രൊഡക്റ്റിന് ഇന്ന ചാൻസസുകളൊക്കെ ഉണ്ട്, ഇന്ന യൂസസുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഇൻ സിലിക്കോൺ ഡാറ്റ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അപ്രൂവൽ ഫോർ എത്തിക്കൽ ക്ലിയറൻസ് ഫോർ അനിമൽ സ്റ്റഡി. സോ വി ക്യാൻ ഡു 2 ടൈപ്പ് ഓഫ് അനിമൽ സ്റ്റഡി, ഇൻ വൈവോ അല്ലെങ്കിൽ ഇൻ വിട്രോ. സോ ഇൻ വൈവോ ദ ലാറ്റിൻ ടേം ഇൻഡിക്കേറ്റ് വിത്തിൻ ദ ലിവിങ്. സോ ഒരു അനിമലിന്റെ ഉള്ളിൽ തന്നെ വെച്ച് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അനിമൽ ഓളായിട്ടോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ഓളായിട്ടോ എടുക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ മൈസ്, റാറ്റ്, ഗിനി പിഗ്, അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അനിമൽ മോഡലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ വിട്രോ, വിത്തിൻ ദ ഗ്ലാസ് എന്ന അർത്ഥം വരുന്ന ഒരു വേർഡാണ് ഇൻ വിട്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അനിമലിന്റെ ഏതെങ്കിലും ഒരു സെൽ ലൈൻസുകളോ നമ്മൾ ഒരു പുറത്തോട്ട് നമ്മൾ എടുക്കുക ചെയ്യാം. അതായത് പുറത്തോട്ട് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിലോട്ട് നമ്മൾ എടുക്കും, വിത്ത് കൺട്രോൾഡ് ടെമ്പറേച്ചർ, കൺട്രോൾഡ് ന്യൂട്രിയൻസ് എക്സെട്ര. സോ അതിനെയാണ് നമ്മൾ ഇൻ വിട്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെപ്പാറ്റോസൈറ്റ്സ്, അതുപോലെ സെൽ ലൈൻസ്, അനിമൽ സെൽ കൾച്ചർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളാണ് ഇൻ വിട്രോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഈ എന്തൊക്കെയാണ് നമ്മൾ ഈ ഇൻ വിട്രോ ആൻഡ് ഇൻ വൈവോ സ്റ്റഡിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ വിട്രോ അനിമൽ സ്റ്റഡീസിലാണെന്നുണ്ടെങ്കിൽ, ഇൻ വിട്രോ എന്ന് പറയുന്ന സമയത്ത് സെൽ ലൈൻസ് നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എക്യുപ്മെന്റ്സിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സുകളാണ് ഇൻ വിട്രോ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സ്റ്റഡി ഫോർ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ലൈക്ക് പ്രീ ഫോർമുലേഷൻ സ്റ്റഡി നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന പാർട്ടീഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ ലിപ്പോഫിലിസിലിറ്റി, അതുപോലെ തന്നെ സോലുബിലിറ്റി, കെമിക്കൽ സ്റ്റെബിലിറ്റി, എത്രത്തോളം സ്പീഡിലാണ് അതിന്റെ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, മെറ്റബോളിക് സ്റ്റെബിലിറ്റി, അതെങ്ങനെയാണ് മെറ്റബോളിസം നടക്കുന്നത് എന്നുള്ളത്, ദെൻ ഹെപ്പാറ്റിക് ക്ലിയറൻസ്, ഏത് രീതിയിലാണ് എലിമിനേഷൻ നടക്കുന്നത്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സബ്സ്റ്റൻസസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഡ്യൂറിങ് ഇറ്റ്സ് മെറ്റബോളിസം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും ഡ്രഗിന്റെ എഫക്റ്റിനെ, മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതാണോ എന്നുള്ള എഫക്റ്റുകൾ സ്റ്റഡി ചെയ്യാം. ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്, എത്രത്തോളം അത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഉണ്ടാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ടിഷ്യൂ ബൈൻഡിങ് ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് പെർമിയബിലിറ്റി അക്രോസ് ദ ഡിഫറെന്റ് മെംബ്രെയിൻ, വി ക്യാൻ ചെക്ക് ഫോർ പെർമിയേഷൻ ടെസ്റ്റ്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് പ്ലാസ്മാറ്റിക് സ്റ്റെബിലിറ്റി ആൻഡ് ടോട്ടൽ പ്ലാസ്മ പാർട്ടീഷൻ എത്രത്തോളമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇൻ വിട്രോ മെത്തേഡ്സിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. Now coming to in vivo methods, we can study two things, pharmacokinetic things as well as toxicological things. So pharmacokinetic profile like ഏരിയ അണ്ടർ ദ കർവ്, സി മാക്സ്, ടി മാക്സ്, ഇതൊക്കെ നിങ്ങൾ ബയോഫാമിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സി മാക്സ് എന്നുള്ളത്, എന്താണ് ടി മാക്സ് എന്നുള്ളത്, എന്താണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, ക്ലിയറൻസ് എത്രയാണ്, ഹാഫ് ലൈഫ് എത്രയാണ്, ബയോ ഡിസ്പോസിബിലിറ്റി ആൻഡ് ബയോ അവൈലബിലിറ്റി, ലീനിയാരിറ്റി, മെറ്റബോളൈസേഷൻ, റൂട്ട് ഓഫ് എക്സ്ക്രീഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ വൈവോ സ്റ്റഡി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി അതിന്റെ രണ്ടാമത്തെ പോർഷനാണ് ടോക്സിക്കോളജിക്കൽ എഫക്ട്സ്. ഫാർമക്കോകൈനറ്റിക് എഫക്ട് പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ ടോക്സിക് എഫക്ട് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എഗെയിൻ എത്രത്തോളം സി മാക്സിന്റെ മുകളിൽ പോകുന്ന സമയത്താണ് അത് മാക്സിമം സേഫ് കോൺസെൻട്രേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫാർമക്കോളജിക്കൽ അപ്രോച്ച്. ഒരു ഡ്രഗ് ഡിസ്കവറി നടത്തുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാർമക്കോളജിക്കൽ ഇവാലുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. So we can classify this component of pharmacological evaluation to selectivity testing, pharmacological profiling, testing in animal model of disease, and safe pharmacology. ഇപ്പോൾ ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെലക്ടിവിറ്റി ടെസ്റ്റിംഗ്. സെലക്ടിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കവറി ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ്, ഓക്കെ, അത് ഏത് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററിനെയാണോ, അല്ലെങ്കിൽ അയോൺ ചാനലിനെയാണോ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിനെയാണോ, അല്ലെങ്കിൽ എൻസൈമിനെയാണോ ഇത് ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെലക്ടിവിറ്റി ടെസ്റ്റ് എന്ന്. സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് അത് പോയി ആക്ട് ചെയ്യുന്നത്, ടു ഡിറ്റർമൈൻ ദ പൊട്ടൻസി ഓഫ് ഡ്രഗ്
the selectivity of compound for a chosen molecular target needed to be assessed. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് പുതുതായിട്ട് കണ്ടെത്തുന്ന സമയത്ത് അത് എവിടെയാണ്, ഏത് പ്രോട്ടീനിലാണ് പോയി ആക്ട് ചെയ്യുന്നത്, അതിന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് സെലക്ടിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിംഗിൽ കണ്ടെത്താനുള്ളത്. ഒന്ന് ഫാർമക്കോ ഡൈനാമിക് ആയിട്ടുള്ള എഫക്റ്റും ഫാർമക്കോ കൈനറ്റിക് ആയിട്ടുള്ള എഫക്റ്റും. ഓക്കെ, അപ്പോൾ ഇൻവൈവോ സ്റ്റഡിയിൽ തന്നെ നമ്മൾ ഓൾറെഡി ഫാർമക്കോ കൈനറ്റിക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് പഠിച്ചു. ഇനി ഫാർമക്കോ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അഗെയിൻ ഈ ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡി നമുക്ക് രണ്ട് രീതിയിൽ നടത്താം. ഇൻവിട്രോ ആയിട്ടും ഇൻവൈവോ ആയിട്ടും നടത്താം. ഇൻവിട്രോ എന്ന് പറയുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു ടേക്ക് സെൽ ലൈൻസ്, ഐസൊലേറ്റഡ് ടിഷ്യൂ, എന്നിട്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഫാർമക്കോ ഡൈനാമിക് ആയിട്ടുള്ള എഫക്റ്റ് എന്താണ്, നമ്മൾ ഒരു അഡ്രിനാലിന്റെ സിമിലർ ആയിട്ടുള്ള ഡ്രഗാന്ന് സപ്പോസ് ചെയ്യുക, നമ്മളൊരു വിചാരിക്കുക, ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. അഡ്രിനാലിൻ നമ്മൾ വയോസെ ചെയ്യുന്നത് ഹാർട്ടിലാണ് അല്ലെ, ഫ്രോഗിന്റെ ഹാർട്ടിലൊക്കെയാണ്, ഹാർട്ട് മസിൽസിലാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഹാർട്ടിന്റെ മസിൽസ് പുറത്തോട്ട് എടുക്കുക, ഓക്കെ, സാക്രിഫൈ ചെയ്തിട്ട് സെൽ ലൈൻസ് എടുക്കുക, അതിൽ നമ്മൾ പുതുതായി ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ഹാർട്ടിന് എഫക്റ്റ് കൂടുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി ഇൻവൈവോ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ അനിമൽസ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഫാർമക്കോ ഡൈനാമിക് പ്രൊഫൈലുകൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തിനാണ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിംഗ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ എയിം? എയിം എന്ന് പറയുന്നത് കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. വാട്ട് ആർ ദ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രഗിന് മോളിക്കുലാർ അല്ലെങ്കിൽ സെല്ലുലാർ എഫക്റ്റ് ഉണ്ടോ, സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ പോയി ആക്ട് ചെയ്യുന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡ്രഗ് അല്ലെങ്കിൽ പുതുതായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ് സ്പെസിഫിക് മോളിക്യൂൾ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എഫക്റ്റ് കാണിക്കുന്നു, നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പൽ മോളിക്കുലർ ടാർഗറ്റ്, അതല്ലാത്ത രീതിയിലുള്ള വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് കാണിക്കുന്നുണ്ടോ? ഈസ് ദർ എനി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ പൊട്ടൻസി ഓഫ് ദ ഡ്രഗ് അറ്റ് മോളിക്കുലർ ലെവൽ, ടിഷ്യൂ ലെവൽ ഓർ ഓൾ എലിമെന്റ്? ആ പൊട്ടൻഷ്യൽ അതിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഓൾ ലെവൽ നോക്കുമ്പോഴോ മോളിക്കുലർ ലെവലിൽ നോക്കുമ്പോഴോ ഒക്കെയുള്ള ഏതെങ്കിലും രീതിയിൽ കറസ്പോണ്ടൻസ് ഉണ്ടോ എന്നുള്ളത്. Does in vivo duration of action match up? And what happen if drug is continuously or repeatedly given? ഒരേ ഡ്രഗ് കുറെ പ്രാവശ്യം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ടോ? അതേപോലെ ഒരേ ഡ്രഗ് കൂടുതൽ ഡോസിൽ കുറെ നേരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ആ ഡ്രഗ് പെട്ടെന്നൊരു ദിവസം നിർത്തുന്ന സമയത്ത് എന്തെങ്കിലും റീബൗണ്ട് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് നമ്മൾ അനിമൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും അതിന്റെ കൺഫർമേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇനീഷ്യൽ കൺഫർമേഷനും മെറ്റബോളിക് പാത്വേ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഡിസീസസിൽ എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിന് അതിന്റെ സ്റ്റഡി മെത്തേഡിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആൻഡ് സേഫ് ഫാർമക്കോളജിക്കൽ സ്റ്റഡി എന്നുള്ളത്. റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആൻഡ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി. പ്രൈമറി റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് ഒരു കോമ്പൗണ്ട് കണ്ടെത്തി, ആദ്യമായിട്ടൊരു പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തി, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയാണ് റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റഡിയാണ് അവിടെ നടത്തുക. പ്രൈമറി ആക്ഷൻ കണ്ടെത്താനുള്ള ഫാർമക്കോളജിക്കൽ സ്റ്റഡിയും സെക്കൻഡറി ആക്ഷൻ കണ്ടെത്താനുള്ള ഫാർമക്കോളജിക്കൽ സ്റ്റഡിയാണ് നടത്തുക. അപ്പോൾ പ്രൈമറി ആക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫാർമക്കോളജിക്കൽ സ്റ്റഡീസുകളായിരിക്കും പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ നടത്തുന്നുണ്ടാവുക. അതിൽ രണ്ട് രീതിയിൽ ഇൻവിട്രോ ആയിട്ടും ഇൻവൈവോ ആയിട്ടും പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നമുക്ക് നടത്താൻ പറ്റും. റേഡിയോ ലിഗാൻഡ് ബൈൻഡിങ് സ്റ്റഡീസ് നടത്തിയിട്ട് ഇൻവിട്രോ ആയിട്ട് നമുക്ക് നടത്താം. സെല്ലിനെ പുറത്തോട്ട് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലോ അങ്ങനെയുള്ള ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ റേഡിയോ ലാബിൾഡ് ആയിട്ടുള്ള ഡ്രഗ് കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടിഷ്യൂസിൽ ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താം. അതല്ലെങ്കിൽ ഇൻവൈവോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ അനിമൽ മോഡലിൽ തന്നെ നടത്താം, അനിമലിനെ ആസച്ച് എടുത്തിട്ട് നമുക്ക് നടത്താം. ഓക്കെ, ഇനി സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും സെക്കൻഡറി ആക്ഷൻസുകൾ ഉണ്ടോന്ന്, പ്രൈമറി ആക്ഷൻ അല്ലാതെ ഇപ്പോൾ സപ്പോസ് നമ്മൾ പലപ്പോഴും പല ഡ്രഗ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആന്റി സൈക്കോട്ടിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും
ആന്റിസൈക്കോട്ടിക് ഡ്രഗിന്റെ എഫക്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആന്റി കോളിനർജിക് ആക്ഷൻ ഉണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതുപോലെ ആന്റി കോളിനർജിക് ആക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡറി സൈഡ് എഫക്റ്റ് ആണ്. പ്രൈമറി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റിസൈക്കോട്ടിക് ആക്ഷൻ ആണ്. അതുപോലെ സെക്കൻഡറി ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, സെക്കൻഡറി ആക്ഷൻസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊപ്പോസ്ഡ് തെറാപ്യൂട്ടിക് യൂസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ അതും ഇൻവൈവോ അല്ലെങ്കിൽ ഇൻവിട്രോ ആയിട്ട് നടത്താം. ഇൻവിട്രോ എന്ന് പറയുന്ന സമയത്ത് അഗെയിൻ ബൈൻഡിങ് ടു നോൺ ടാർജറ്റ് റിസപ്റ്റർ. നേരത്തെ നമ്മൾ ടാർജറ്റ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്, പുറത്തെടുത്തിരിക്കുന്ന ഒരു സെല്ലിൽ വേറെ ഏതെങ്കിലും ഒരു ടാർജറ്റ് നോൺ ടാർജറ്റ് റിസപ്റ്ററിൽ നമ്മൾ ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതുപോലെ ഇൻവൈവോ സ്റ്റഡീസ് ആണെങ്കിൽ ജനറൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഇൻ അനിമൽ മോഡൽ. അപ്പൊ ഇതാണ് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫാർമക്കോളജിക്കൽ ടോക്സിസിറ്റിയാണ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അൺഡിസൈറബിൾ ഫാർമക്കോഡൈനാമിക് എഫക്ട്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അനിമൽ മോഡൽസിൽ തന്നെ നോർമൽ ഡോസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുക. നമുക്ക് ആദ്യം അറിയേണ്ടത്, നമ്മളൊരു തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഡോസിൽ ടോക്സിക് ആയിട്ടുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്ട്സുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രൂഫാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡോസ് കൂട്ടിയിട്ടല്ല ഈ ടെസ്റ്റ് നടത്തുക. ഡോസ് സ്റ്റഡി യൂസിങ് ഇന്റൻഡഡ് തെറാപ്യൂട്ടിക് ഡോസ്. എത്രയാണോ നമുക്ക് ഒരു ഡിസീസിന് കൊടുക്കേണ്ട ഡോസ്, അതേ ഡോസ് കൊടുത്തിട്ട് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ the tests are conducted at dose not too much in excess of intended clinical dose. അപ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ എന്തൊക്കെയാണ് ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള ത്രെട്ടനിങ് ഉണ്ടാവുന്നത്, അതൊക്കെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈർഡ് തെറാപ്യൂട്ടിക് എഫക്ട്സുകളാണോ ഉണ്ടാവുന്നത് ഒക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. അഗെയിൻ ഇയർ ആൾസോ വി ക്യാൻ ഡു ഇൻ ഇൻവിട്രോ ആൻഡ് ഇൻവൈവോ മെത്തേഡ്. അപ്പോൾ ഇൻവിട്രോ എന്ന് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. ഇൻവൈവോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അനിമൽസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസസുകൾ നേരിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ബൈ മോണിറ്ററിങ് പാരാമീറ്റേഴ്സ് ലൈക്ക് കാർഡിയോവാസ്കുലാറിലാണെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അനിമൽ മോഡലിൽ നമുക്ക് ചെക്ക് ചെയ്യാം. CNSലാണെങ്കിൽ മോട്ടോർ ആക്ടിവിറ്റി, റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ടൈഡൽ വോളിയം, അതിൽ കുറവ് കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻവൈവോ മോഡലിൽ നമ്മൾ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് സേഫ്റ്റി ആണോ അല്ലെങ്കിൽ സേഫ് അല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ നമുക്ക് ഈ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി മാൻഡേറ്ററി അല്ല. അത് ഏതൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സം പ്രൊഡക്റ്റ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ഫോർ ലോക്കൽ അപ്ലിക്കേഷൻ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ലോക്കൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ നമ്മളൊരു സാധനം ടോപ്പിക്കലായിട്ട് കൊടുക്കുക എപ്പോഴായിരിക്കും, ഒന്നൊക്കെ ടോപ്പിക്കലായിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് പെർമിയബിലിറ്റി ഉണ്ടാവില്ല, ബ്ലഡിലോട്ട് സിസ്റ്റമിക് സർക്കുലേഷൻസിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതിന്റെ ടോക്സിസിറ്റി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള അങ്ങനെയുള്ള ഡ്രഗ്സുകൾക്ക് നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ഫാർമക്കോളജി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, വെൽ നോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആവശ്യമില്ല. സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഓഫ് ദ സൈറ്റ് അപ്ലിക്കേഷൻ ഈസ് വെരി ലോ. നമ്മൾ ഏത് റൂട്ടിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ആ റൂട്ടിൽ നിന്ന് ബ്ലഡിലോട്ട് എത്തുന്ന കോൺസെൻട്രേഷൻ വളരെ കുറവാണ് എന്നുള്ള ഡാറ്റ നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആവശ്യമില്ല. ഓക്കെ, നൗ സംടൈംസ് വി വിൽ യൂസ് സം ഡെറിവേറ്റീവ് ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡ്രഗ്. ചില എസ്റ്റർ ഫോമുകളോ അല്ലെങ്കിൽ സാൾട്ട് ഫോമുകളൊക്കെ ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും, പുതിയ ഡ്രഗിനെ. അതിന് സെയിം ആയിട്ടുള്ള ഫാർമക്കോഡൈനാമിക് കൈനറ്റിക് എഫക്റ്റുകളൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആവശ്യമില്ല. ബയോളജിക്കലി ഡിറൈവ്ഡ് പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ചില എന്താ പറയുക, ചില
വാക്സിൻസുകൾ, സെറ പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതും യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ സേഫ്റ്റി ഫാർമക്കോളജിക്കൽസ്. ബട്ട് ഓഫ് കോഴ്സ് അതിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററിൽ മാത്രം ബൈൻഡ് ചെയ്യുന്നതായതുകൊണ്ടാണ് നമുക്കത് വേണ്ടാത്തത്. ഓക്കെ, ഇനി എപ്പോഴാണ് നിർബന്ധമായിട്ടും ഈ ഫാർമക്കോളജിക്കൽ സ്റ്റഡി നിർബന്ധമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രിയർ ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഹ്യൂമൻ സബ്ജക്റ്റിൽ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും ഫാർമക്കോളജിക്കൽ സേഫ്റ്റി അസസ് ചെയ്തിട്ടുണ്ടാവണം. ഡ്യൂറിങ് ക്ലിനിക്കൽ ഡെവലപ്മെന്റ് ചില അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി നടക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അനിമലിൽ ഫാർമക്കോളജിക്കൽ സേഫ്റ്റി സ്റ്റഡി ആവശ്യമായിട്ട് വരും. ബിഫോർ അപ്ലൈയിങ് ഫോർ മാർക്കറ്റിംഗ് അപ്രൂവൽ, ഫൈനലായിട്ട് ഒരു NDA അപ്രൂവൽ കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമക്കോളജിക്കൽ സേഫ്റ്റി സ്റ്റഡികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് ടോക്സിക്കോളജിക്കൽ അപ്രോച്ച് ടു ഡ്രഗ് ഡിസ്കവറി. ഇപ്പോൾ ഒന്ന് ഫാർമക്കോളജിക്കൽ സേഫ്റ്റിയാണ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചസുകളാണ് ഡ്രഗ് ഡിസ്കവറിയുടെ അവസാനത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള സ്റ്റഡീസുകളാണ് നടത്തുക. അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡിയും ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡിയും. അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ 2 അനിമൽ സ്പീഷീസിൽ ആണ് നമ്മൾ നടത്തുക. മൈസ്, റാറ്റ് പോലുള്ള അനിമൽ സ്പീഷീസിൽ നടത്തുക. അതിൽ സെയിം റൂട്ട് ആസ് ദാറ്റ് ഓഫ് ഹ്യൂമൻസിൽ ഏത് റൂട്ടിലാണോ കൊടുക്കുന്നത് അതേ റൂട്ടിൽ ഈ മൈസിലും റാറ്റിലും കൊടുക്കും. ഓക്കെ, അത് കൂടാതെ വേറെ 2 റൂട്ടിലും കൂടി നമ്മൾ കൊടുത്തു നോക്കും. എന്തിന്? ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട് അനിമൽസിന്റെ. ഹ്യൂമനിൽ കൊടുക്കുന്ന റൂട്ട് അല്ലാത്ത വേറെ 2 റൂട്ടിലും കൂടി അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ അനിമലിന്റെ മോർട്ടാലിറ്റി ചെക്ക് ചെയ്യും. 72 അവേഴ്സിന്റെ ഉള്ളിൽ പാരന്റൽ റൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ അനിമൽ ഡെഡ് ആവുന്നുണ്ടോ എന്ന് നോക്കും. അതല്ല ഓറൽ അഡ്മിനിസ്ട്രേഷനിൽ കൊടുത്തതിന് ശേഷം 7 ഡേയ്സിന്റെ ഉള്ളിൽ ഡെഡ് ആവുന്നുണ്ടോ എന്ന്. ഡെഡ് ആവുന്നില്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ടാവുന്ന ടോക്സിക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എന്താണ്, സൈൻസ് എന്താണ്, അതിന്റെ മോഡ് ഓഫ് ഡെത്ത് എന്താണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡിയിൽ റിപ്പോർട്ട് ചെയ്യും. ഇനി ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും 2 മമാലിയൻ സ്പീഷീസിൽ ചെയ്യേണ്ട ഒരു അനിമൽ സ്റ്റഡിയാണ്. അതിൽ ഒന്ന് ഒരു നോൺ റോഡന്റ് ടൈപ്പ് ആയിരിക്കണം. ഈ എലിന്റെ ഗ്രൂപ്പിൽ വിടുന്നതല്ലാത്ത സാധനങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള ഒരു അനിമലും, എലി, മൈസ് പോലെയുള്ള ഗ്രൂപ്പിൽ വിടുന്ന ഒരു മയിലും, അങ്ങനെയുള്ള അനിമലിലും നമുക്ക് ഒരു ഗ്രൂപ്പും നമ്മൾ എടുത്തിട്ടാണ് ഈ സ്റ്റഡി നടത്തേണ്ടത്. അപ്പോൾ ഇതിന്റെ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ മാർക്കറ്റിംഗ് പെർമിഷൻ ഫോർ ക്ലിനിക്കൽ ട്രയലിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് 7 ഡേയ്സ് വരെയാണ് ക്ലിനിക്കൽ യൂസിൽ ഹ്യൂമൻ സബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ള റൂട്ടിന്റെ അതേ റൂട്ടിൽ അപ്ലൈ ചെയ്തിട്ട് 7 ഡേയ്സ് ഒക്കെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ വെഹിക്കിൾ മാത്രമായിട്ടുള്ള ഒരു കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ അനിമൽ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോസ് ഉള്ള രീതിയിൽ ഗ്രേഡഡ് ഡോസ് ഉള്ള 3 അതർ ഗ്രൂപ്പിലും നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡ്രഗ് കൊടുത്ത് കുറേയധികം സമയം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ രീതിയിലുള്ള ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റുകളാണ് ഈ ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. അപ്പൊ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജനറൽ റിക്വയർമെന്റ് ഫോർ റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ ഡ്രഗ് അപ്രൂവൽ, രണ്ടാമതായിട്ട് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താണ് IND അപ്ലിക്കേഷൻ, എന്താണ് ക്ലിനിക്കൽ ട്രയൽ, എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ബ്രോഷർ, എന്താണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരോ ടോപ്പിക്കുകളിലായിട്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ടോപ്പിക്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ റിക്വയർമെന്റ് ഓഫ് റെഗുലേറ്ററി അപ്രൂവൽ അല്ലെങ്കിൽ ജനറൽ റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ ഡ്രഗ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കുക. ഓക്കെ.